ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫാണ് ഇന്ന് നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ വി വസീഫ്, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം, വലിയ വിശേഷം കേരളത്തെ സംബന്ധിച്ച് കാലവർഷമാണ്. ഇപ്പോൾ പലയിടത്തും തോരാമഴയും മഴക്കെടുതിയും ഒക്കെയുണ്ട്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് നല്ല രാഷ്ട്രീയ ചൂടിലാണ്. എങ്ങനെയാണ് നിലവിലെ ഇടതുമുന്നണിയിലെ ചർച്ചകളൊക്കെ? ഇവിടെയും കാലവർഷം അതികഠിനമായി തന്നെ ഉണ്ട് എന്നുള്ളതിലൊരു തർക്കമില്ല. അതോടൊപ്പം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ള ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ UDF വലിയ പ്രതീക്ഷയോടുകൂടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അവരുടെ കൂടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉറപ്പ് നൽകി അവരോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നിട്ടിറങ്ങിയ ആൾ തന്നെ കാല് പിടിച്ച് നിലത്തടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മലർത്തിയടിച്ചൊരു സാഹചര്യം ഉണ്ട്. എന്താണോ UDF സ്ഥാനാർത്ഥി എന്നുള്ളത് ഈ നാടിൻ്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നാടിൻ്റെ വികാരം അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ പ്രകാരം തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അവരുടെ വിലയിരുത്തൽ, UDFകാരുടെ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പലതും പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കും. ഇപ്പോൾ ഇവിടെയുള്ള സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സ്കൂളുകൾക്കെല്ലാം കോടിക്കണക്കിന് രൂപയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് നീക്കിവെച്ചിട്ടുള്ളത്. അതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകൾ 22 PWD റോഡുകളിൽ 20 BMBC നിലവാരത്തിൽ, ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ബൈപ്പാസിന് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണേണ്ടത് ആര്യാടൻ മുഹമ്മദ് ഇവിടെ ദീർഘനാൾ 30-36 വർഷം MLA ആയിരുന്നിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായ ഒരു MLAയും അതോടൊപ്പം ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ മണ്ഡലത്തിന് ഗുണപരമായ രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവരുന്നത്. അതിന് ഇനിയും ഒരു അവസരം ഉണ്ടാകണം. ഇനി ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ ഭരണം തന്നെയാണ് ഒരു വർഷക്കാലം കൂടി കേരളത്തിലുള്ളത്. ആ ഭരണത്തോടൊപ്പം നിൽക്കുന്ന ഒരു MLA ഉണ്ടായാലേ ഈ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് സാധ്യതയുള്ളൂ എന്ന ബോധ്യവും ഈ നാടിനുണ്ട്. ശരിയായ രാഷ്ട്രീയം, മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം, വർഗീയ വിരുദ്ധ മനസ്സുള്ളവരുടെ രാഷ്ട്രീയം എല്ലാം ഞങ്ങൾക്കൊപ്പമായിരിക്കും എന്നുള്ളതിലൊരു തർക്കമില്ല. വലിയ മുന്നേറ്റം ഞങ്ങളുണ്ടാക്കും. തീർച്ചയായും ശ്രീ വസീഫ്, ആ വികസനം തുടരട്ടെ, ആ വികസനം തുടരണം. തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ ആഗ്രഹവും ആവശ്യവും ഒക്കെ. അപ്പോഴും ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു, അവർ പ്രചരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ളിലെ പല പല കല്ലുകടികളും കാര്യങ്ങളും നാടകീയതയും ഒക്കെ കേരളം കാണുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും നേരത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി ഈ സ്ഥാനാർത്ഥി ആളുകളെയൊക്കെ കണ്ട് വോട്ടുറപ്പിക്കാൻ ഇപ്പോൾ നീക്കം നടത്തുമ്പോൾ ഈ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച അറിയാമെന്ന് MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ നേരത്തെ UDF പ്രഖ്യാപിച്ചത് ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? ഈ ഒരു സാഹചര്യത്തെ UDF മുതലെടുക്കുമെന്ന് കരുതുന്നുണ്ടോ? സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചത് അടിമുറുകാനാണ് UDFൽ സാഹചര്യം ഒരുക്കിയത്, കളമൊരുക്കിയത്. എത്രത്തോളം നേരത്തെ പ്രഖ്യാപിച്ചാൽ അത്രത്തോളം അടി അവർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടാവുക നേരത്തെ സ്ഥാനാർത്ഥി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനി പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇനി അതിനെക്കുറിച്ച് ആലോചന ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റ് ഈ അവസാന നിമിഷത്തേക്ക് ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കുമാണ് ഇവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതെങ്കിൽ വലിയ അടി നേരെ ഇവിടെ ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ഭയമായിരിക്കാം അവർ ചിലപ്പോൾ ഈ തർക്കമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് വേഗം ഒരു സ്ഥാനാർത്ഥിയുടെ പേരങ്ങ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ കരയുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കാം അവരിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നപ്പോൾ ഈ മണ്ഡലത്തിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാർ, അതായത് എല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം നിന്ന ആളുകളൊക്കെ വലിയ അമർഷം അവർ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ കാണിക്കുന്നുണ്ട്. അവർക്ക് അതിലുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സാധാരണ ഞങ്ങൾ ജയിക്കുന്ന ഒരു
വോട്ടിന്റെ അപ്പുറത്തേക്ക് പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ഈ ഇപ്പൊ ഈ അനുകൂല സാഹചര്യം വിജയ സാധ്യതയൊക്കെ ഇന്നലത്തെ നേതൃയോഗം വിലയിരുത്തി എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു കല്ലുകടി അവിടെ നിൽക്കുന്നുണ്ട്. BJP-യെ സംബന്ധിച്ച് BJP മത്സര ചിത്രത്തിൽ നിന്ന് മാറി അവിടെ BDJS വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതിൻ്റെയും സ്ഥിരീകരണത്തിലേക്കൊന്നും എത്തിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണ് നിലനിർത്താൻ കഴിയുമെന്ന് ഈ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? സഖാവ് കുഞ്ഞാലി ജയിലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മണ്ണാണിത്. ഇവിടെ ഈ ഭൂപ്രശ്നങ്ങൾക്കെല്ലാം അറുതി വരുത്തുന്നതിന്, ജനങ്ങൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കുന്നതിനെല്ലാം ഈ ഇവിടുത്തെ ഭൂപ്രഭുക്കന്മാരോടൊക്കെ ഏറ്റുമുട്ടി ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തോടൊപ്പം നിന്ന് തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായി നിന്ന സഖാവ് കുഞ്ഞാലി ജയിലിൽ നിന്ന് പോലും ജയിച്ച മണ്ഡലമാണ് ഈ മണ്ഡലം. അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ സംസ്കാരം എല്ലാം ഉയർത്തിപ്പിടിക്കും. ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു MLA ഉണ്ടാകും എന്നുള്ളതിലൊരു തർക്കമില്ല. ഈ ഇനിയുള്ളത് നിലമ്പൂരിനെ സംബന്ധിച്ച് PV അൻവറാണ് മറ്റൊരു ഫാക്ടറായിട്ടുള്ളത്. PV അൻവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല നേരത്ത് പല അൻവർ, അതായിരുന്നു കാഴ്ചകൾ. ആദ്യം ഒന്ന് പറയുന്നു, പിന്നീട് മറ്റു പറയുന്നു, വീണ്ടും പലത് പറയുന്നു, അങ്ങനെ പല നേരത്ത് പല അൻവർ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ചില ഫോർമുലകളൊക്കെ ഉയർന്നു വരുന്നതായി കേൾക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് 9 മണിയോടുകൂടി. അൻവർ ഏതെങ്കിലും തരത്തിൽ നിലമ്പൂരിൽ ഒരു ഫാക്ടർ ആകുമോ? അൻവർ ഇടതു മുന്നണിക്ക് ഒരു തലവേദനയായി മാറുമോ? ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം വലതുപക്ഷം ആ തെരഞ്ഞെടുപ്പാണ് നടക്കുക. LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുക. അവിടെ മറ്റൊരു ഫാക്ടറൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയവർക്കറിയാം. കഴിഞ്ഞ തവണത്തെ MLA വീണ്ടും മത്സരിച്ച സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താ എന്നുള്ളതൊക്കെ അറിയാം. ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ മണ്ഡലത്തോട് പറഞ്ഞത് ഇടതുപക്ഷം എന്നുള്ളത് സ്ഥാനാർത്ഥിക്കപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയാണ്. അല്ലാതെ മൈക്കിന് വേണ്ടി പോലും അടികൂടുന്ന പ്രതിപക്ഷമല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം നാടിൻ്റെ വികസനത്തിന്, മുന്നേറ്റത്തിന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമാണ്, ഒരു നിലപാടാണ്. ആ നിലപാടിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ആ നിലപാടിന് കൂടുതൽ വോട്ടാർജിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഉടൻ തന്നെ ഇടതുപക്ഷം പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കും. ആ മുന്നേറ്റം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കേരളത്തിൻ്റെ മുന്നേറ്റമായി മാറും. ഈ കേരളത്തിൻ്റെ മുന്നേറ്റത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിലമ്പൂർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതിലൊരു തർക്കമില്ല. അതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി. വസീഫ്, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് നിലമ്പൂരിന്റെ ഒരു മുഖമായിരുന്നു PV അൻവർ. ഇപ്പോൾ PV അൻവർ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ നിലവിലെ പാർട്ടിയിലെ കല്ലുകൊടികളൊക്കെ മാറ്റി ഷൗക്കത്തിന് വേണ്ടി PV അൻവർ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയാൽ അത് ഇടതുമുന്നണിയെ ഒരു തരത്തിലും ബാധിക്കില്ല. അങ്ങനെ ഒരു വിശ്വാസമാണോ മുന്നണിക്കുള്ളത്? ഒന്നും ബാധിക്കില്ല. ഇവിടെ അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ ഓരോ കാര്യങ്ങളും ഈ കാലം തെളിയിച്ചു. എന്താണ്? അതെല്ലാം വിഡ്ഢിത്തമായിരുന്നു, അതെല്ലാം നുണയായിരുന്നു, അതിശയോക്തി കലർന്ന വാദങ്ങളായിരുന്നു എന്നൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ അനുഭവങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ളതും കേട്ട് അതിൻ്റെ പുറകെ പോകുന്നവരാണോ ഈ നിലമ്പൂരിലെ ജനങ്ങൾ? അവർ ഈ ആളെ കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലൊക്കെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്, വർഗീയതക്കെതിരെയുള്ള നിലപാടാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ഇടതുപക്ഷ വലതുപക്ഷ മത്സരത്തിൽ ഇടതുപക്ഷത്തിന് ജയിച്ചു കയറാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വസീഫ്, ഒരൊറ്റ കാര്യം കൂടി, ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിരിക്കുമോ, അതോ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രനായിരിക്കുമോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനായി എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളൊക്കെ പറയാറായിട്ടുണ്ടോ, അതോ നമ്മൾ ഇനി വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണമോ? മറ്റൊന്ന്, ഇനിയിപ്പോൾ ആരിവിടെ ജയിച്ചു വന്നാലും 1 വർഷം മാത്രമേ ഒരു കാലാവധിയുള്ളൂ. പക്ഷേ എങ്കിലും നിലമ്പൂരിൽ ജയിക്കുന്നയാൾ അത് കേരളം നോക്കുന്ന ആർക്ക് പലരുടെയും ഒരു നിർണായകമാണ്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചാണെങ്കിലും LDF-നെ സംബന്ധിച്ചാണെങ്കിലും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി, അങ്ങനെ പല കാര്യങ്ങൾ ചർച്ചയാകുന്ന ഫാക്ടറാകുന്ന ഒരു തിരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ. അങ്ങനെയെങ്കിൽ ഇത് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെ കരുതാൻ കഴിയുമോ? ഇവിടെ ഇടതുപക്ഷം പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റണം. ഒരു പ്രത്യേക വിഭാഗത്തിനല്ല, എല്ലാ മനുഷ്യർക്കും അവരുടെ ഒരു നേതൃത്വമായി, അവരുടെ വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വമായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായി കാണാൻ പറ്റുന്ന ഒരാളെയായിരിക്കും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുക.
ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വമായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ആൾ. എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ നിലപാട് പറയുന്ന ഈ നാടിനോടൊപ്പം നിൽക്കുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന, ഇനി ഏതായാലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 1 വർഷത്തിൽ താഴെയുള്ള ഈ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് അതിൻ്റെ അവസാന വർഷമാണ്, ഈ 2ാം ടേമിൻ്റെ അവസാന വർഷമാണ്. ആ അവസാന വർഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ പ്ലാനുകൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ഉതകുന്ന, അതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി വരും, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയോടൊപ്പം ഈ നാട് നിൽക്കും എന്നുള്ളതിലൊരു തർക്കവുമില്ല. അവർക്കറിയാമല്ലോ, ഈ പ്രതിപക്ഷത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു സാമാജികനെ കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന പൂർത്തീകരണത്തിന് പറ്റിയ ഒരു നേതാവ്, ഒരു MLA ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം തന്നെയായിരിക്കും അവർക്കുണ്ടാവുക. അവരത് തെരഞ്ഞെടുക്കും, ഇടതുപക്ഷം വിജയിക്കും. യെസ്, വളരെയധികം നന്ദി ശ്രീ വസീഫ, നമുക്കൊപ്പം ചേർന്നതിനും പ്രതികരണങ്ങൾ നടത്തിയതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ്, അദ്ദേഹം നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയപ്രതീക്ഷകളും ഇടതുപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങളുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു.